തുടക്കകാലങ്ങളിലെ മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിലെ സിനിമകൾ ഇഷ്ടപ്പെടാനുണ്ടായിരുന്ന ഒരു പ്രധാന കാരണം അവർ എങ്ങനെയാണ് റീഇൻവെന്റ് ചെയ്തുകൊണ്ടിരുന്നത് എന്നാണ്. സൂപ്പർ ഹീറോ ജോണർ സിനിമകളിൽ മറ്റുള്ളവരെക്കാൾ ഒരു മുൻകൈ അവർക്കുണ്ടായതിന് കാരണം മടുപ്പ് ആളുകൾക്ക് തോന്നി തുടങ്ങുമ്പോൾ തന്നെ സംഗതി മാറ്റിപ്പിടിക്കണമെന്നൊരു വിഷൻ അവർക്കുണ്ടായിരുന്നു. ഒരേ സാധനം തന്നെ തരുന്നു എന്ന കംപ്ലൈന്റ് വരുന്നതിന് മുന്നേ പുതിയതെന്തെങ്കിലും ചെയ്യാൻ മാർവലിന് സാധിച്ചിരുന്നു. എന്നാൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി മാർവൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാന പ്രശ്നമാണ് ഈ ഒരു റീഇൻവെൻഷൻ സംഭവത്തിന്റെ അഭാവം. സൂപ്പർ ഹീറോ സിനിമകളിൽ നമ്മൾ സ്ഥിരം കാണുന്ന സാധനങ്ങളെ അവരും ഈ ഒരു കാലയളവിൽ അമിതമായിട്ട് യൂസ് ചെയ്തു. മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിലേക്ക് വന്നിട്ടുള്ള ഏറ്റവും പുതിയ എൻട്രി ആയിട്ടുള്ള തണ്ടർ ബോൾട്സ് വളരെ ഫ്രഷായി ഫീൽ ചെയ്യുന്നതിനുള്ള ഒരു കാരണം ഈ ഒരു ജോണർ ഫിലിം മേക്കിങ്ങിലെ പല രീതികളെയും അത് പിന്തുടരുന്നില്ല എന്നതുകൊണ്ടാണ്. മെന്റൽ ഹെൽത്തും ഡിപ്രഷനും ഒരു ഇന്നർ ലെയർ ആയിട്ട് പോകുന്ന ഈ സിനിമ ഒരർത്ഥത്തിൽ മാർവൽ ഇൻസൈഡ് ഔട്ടിന്റെ ഒരു സൂപ്പർ ഹീറോ വേർഷൻ ഉണ്ടാക്കിയതുപോലെയാണ് കണ്ടപ്പോൾ തോന്നിയത്. തന്റെ സിസ്റ്റർ ആയിരുന്ന നട്ടാഷയുടെ മരണത്തിന് ശേഷം യെലേന മാനസികമായി വളരെ ഡൗൺ ആയിട്ടുള്ള ഒരു അവസ്ഥയിലാണുള്ളത്. CIA ഡയറക്ടറായിട്ടുള്ള വാലന്റീന അലഗ്ര ഡിഫോണ്ടെയിൻ യെലേനയെ ഏൽപ്പിക്കുന്ന മിഷനുകളൊക്കെ അവർ ചെയ്യുന്നുണ്ടെങ്കിലും ഇതിൽ നിന്നെല്ലാം ഒരു ബ്രേക്ക് വേണമെന്ന ചിന്ത ആ കഥാപാത്രത്തിന് വന്നു തുടങ്ങിയിട്ടുണ്ട്. ആ ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ ഒരു മിഷൻ കൂടെ ചെയ്താൽ വെറുതെ വിടാമെന്ന് വാൽ പറയുകയും യെലേന ആ മിഷൻ ഏറ്റെടുക്കുകയും ചെയ്തു. എന്നാൽ പ്രതീക്ഷിക്കാത്ത കുറേ അതിഥികൾ ആ മിഷന്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു. എന്താണ് ആ മിഷൻ, ആരൊക്കെയാണ് ആ അപ്രതീക്ഷിത അതിഥികൾ എന്നൊക്കെയാണ് നമ്മൾ ഈ സിനിമയിൽ കാണുന്നത്. ഈ സിനിമയുടെ മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിലെ ഇമ്പാക്ട് നോക്കുകയാണെങ്കിൽ ഒരുപക്ഷെ പണ്ടത്തെ ആന്റ്മാൻ സിനിമകൾ പോലെയാണെന്ന് പറയാം. ഭാവിയിലെ അവഞ്ചേഴ്സ് സിനിമകളിലെ പ്രധാന കഥാപാത്രങ്ങളാവാൻ സാധ്യതയുള്ളവരെ ഇതിൽ അവതരിപ്പിക്കുന്നുണ്ടെങ്കിലും ഇനി അങ്ങോട്ട് വരുന്ന വലിയ പടങ്ങളിൽ ഒരുപക്ഷെ ഈ സിനിമയ്ക്ക് അകത്തുള്ള സംഭവങ്ങൾക്ക് അത്രയ്ക്കൊന്നും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ ഉണ്ടാകില്ല. ഇങ്ങനെ ലാർജർ പിക്ചറിൽ ഒരുപക്ഷെ കാര്യമായി ഒന്നും ചെയ്യാനില്ലാത്തൊരു സിനിമയെ ഫലപ്രദമായി ഉപയോഗിച്ച് വ്യത്യസ്തമായ ഒരു പരിപാടി കാണിച്ചു തന്നു എന്നത് തന്നെയാണ് ഒരു പരിധിവരെ തണ്ടർ ബോൾട്സിനെ സ്പെഷ്യലാക്കുന്നത്. ഈ സിനിമയിലെ കോൺഫ്ലിക്റ്റിന്റെ കാരണം എന്നത്തെയും പോലെ ആരുടെയെങ്കിലും സ്വാർത്ഥത തന്നെയാണ്. പക്ഷെ അതിനവർ കണ്ടെത്തുന്ന സൊല്യൂഷൻ കുറച്ചുകൂടെ മാനുഷികമായിട്ടുള്ള, എല്ലാവർക്കും കണക്ട് ചെയ്യാൻ പറ്റുന്നൊരു സംഭവമാണ്. പടം തുടങ്ങുമ്പോൾ ഒരു മോണലോഗിലൂടെ യെലേന പറയുന്ന കാര്യങ്ങൾ ഈ സിനിമയുടെ കഥയിൽ കാര്യമായിട്ടൊരു പങ്ക് വഹിക്കുന്നുണ്ട്. 10 കൊല്ലത്തിന് മുകളിലായി പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു മൂവി ഫ്രാഞ്ചൈസിനെ അവർ തന്നെ ട്രോളുന്ന രീതിയിലാണ് പല സ്ഥലത്തും ഹ്യൂമർ വന്നിട്ടുള്ളത്. അത് നമ്മളെ എന്റർടൈൻ ചെയ്യിക്കുന്നുമുണ്ട്. പക്ഷെ പടത്തിന്റെ ശരിയായ ഡീല് കിടക്കുന്നത് അവർ ഇതിലെ വില്ലനെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള രീതിയിലാണ്. ഒരു മനുഷ്യന്റെ അകത്തുള്ള ചെകുത്താനെ കഥയിലെ നെഗറ്റീവ് ഷെയ്ഡ് ആക്കുന്നതിലൂടെ സൂപ്പർ ഹീറോ പടങ്ങളിൽ നമ്മൾ കാണുന്ന പല സെറ്റ് പീസുകളെയും ഡിപ്രഷന്റെയും ഹീലിംഗിന്റെയും വിഷ്വൽ മെറ്റഫോറുകളാക്കാൻ ഇതിന്റെ രചയിതാവായിട്ടുള്ള എറിക് പിയേഴ്സിന് അവസരം കൊടുക്കുന്നുണ്ട്. പിക്സാർ ഇൻസൈഡ് ഔട്ടിലൂടെ ഹ്യൂമൻ ബ്രെയിനിലുള്ള ഇമോഷനുകളെ ക്വാണ്ടിഫൈ ചെയ്തതുപോലെ ഇതിൽ ബോബ് എന്ന കഥാപാത്രത്തെ ഉപയോഗിച്ച് ട്രസ്റ്റ്, സപ്പോർട്ട്, ഫെയ്ത്ത് മുതലായ കാര്യങ്ങൾ ഒരാളുടെ ഹീലിംഗ് ജേർണിയിൽ എങ്ങനെ ഗുണം ചെയ്യുന്നു എന്ന് കാണിക്കാൻ ഈ സിനിമയ്ക്ക് സാധിക്കുന്നുണ്ട്. ഒരുപാട് ഗ്രീൻ സ്ക്രീൻ ഷോട്ടുകളുള്ള സിനിമ ആക്കാതിരിക്കാനാണ് സംവിധായകൻ ജേക്ക് ഷ്രയർ ഇവിടെ ശ്രമിക്കുന്നത്. മിഷൻ ഇമ്പോസിബിൾ ഒക്കെ കാണുന്ന തരം മാക്സിമം റിയൽ ആയിട്ടുള്ള ബ്ലാസ്റ്റുകളും ക്രാഷുകളും ഫൈറ്റുകളും ഒക്കെയാണ് നമ്മളിവിടെ കാണുന്നത്. വിഷ്വൽ എഫക്ട്സ് അധികമുള്ള സെറ്റ് പീസുകൾ പലപ്പോഴും ഡ്രീം സീക്വൻസ് പോലെയുള്ള സ്ഥലങ്ങളിലാണ് വരുന്നത്. പല സമയത്തും കഥാപാത്രങ്ങൾ തമ്മിലുള്ള കോൺവെർസേഷനുകൾ തിരക്കുള്ള വഴികളിൽ ആളുകളൊക്കെ കാണുന്ന രീതിയിൽ സെറ്റ് ചെയ്യാൻ ഷ്രയറിന് സാധിക്കുന്നുണ്ട്. ഫ്ലോറൻസ് പ്യൂ അവതരിപ്പിച്ചിട്ടുള്ള യെലേന ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സഹോദരിയുടെ മരണത്തിന് ശേഷം സ്വല്പം മാറിയിട്ടുണ്ട്. ഒരുപക്ഷെ ആക്സിഡൻ്റലായിട്ടുണ്ടായിട്ടുള്ള ഈ ഒരു ടീമിലെ ഏറ്റവും എംപത്തറ്റിക് ആയിട്ടുള്ള വ്യക്തി ഈ ഒരു കഥാപാത്രമായിരിക്കും. ഇമോഷണൽ ആയിട്ടുള്ള മൊമെന്റുകളിലും ഹ്യൂമറുള്ള സീനുകളിലും നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്യാൻ ഫ്ലോറൻസിന് സാധിക്കുന്നുണ്ട്. സെബാസ്റ്റ്യൻ സ്റ്റാൻ കുറച്ചുകൂടെ ലൈറ്റ് ആയിട്ടുള്ള ബക്കിയുടെ ഒരു വേർഷനാണ് ഇതിൽ അവതരിപ്പിക്കുന്നത്. വൈറ്റ് റസൽ ജോൺ വാക്കർ എന്ന കഥാപാത്രത്തെ തന്നെയാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. കുറച്ചുകൂടെ പേഴ്സണൽ ലെവലിൽ കഥാപാത്രങ്ങളെ ഈ സിനിമ എക്സ്പ്ലോർ ചെയ്യുന്നത് കൊണ്ട് വാക്കറിന്റെ ചില വൾണറബിൾ സൈഡ് കാണിക്കാൻ റസലിന് ഇവിടെ അവസരം ലഭിക്കുന്നുണ്ട്. ഒടുക്കത്തെ ഒപ്റ്റിമിസം ഉള്ള ഈ ഗ്രൂപ്പിലെ ചിയർ ലീഡറാണ് ഡേവിഡ് ഹാർബർ അവതരിപ്പിക്കുന്ന റെഡ് ഗാർഡിയൻ. പുള്ളി ആ കഥാപാത്രത്തെ രസകരമായിട്ട് തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. ജൂലിയ ലൂയിസ് ഡ്രൈഫസ് വാൽ എന്ന കഥാപാത്രമായിട്ട് വീണ്ടും വന്നിരിക്കുന്നു. ഹന്ന ജോൺ കാമൻ ഗോസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടെങ്കിലും അത്രയ്ക്കൊന്നും സിനിമയിൽ ചെയ്യാനുള്ളതായിട്ട് തോന്നിയില്ല. ബോബ് എന്ന കഥാപാത്രമായിട്ട് വന്നിട്ടുള്ള ലൂയിസ് പുൾമാൻ ആണ് ഇവിടുത്തെ പുതുമുഖം. ആ കഥാപാത്രത്തിന്റെ പല ട്രാൻസ്ഫോർമേഷനുകൾ പുള്ളിക്കാരൻ വളരെ എഫക്റ്റീവായിട്ട് സ്ക്രീനിൽ ചെയ്തു. ഒരുപാട് സിനിമകൾ വരുന്ന MCUവിൽ ചുമ്മാ കുറച്ച് കഥാപാത്രങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വരുന്ന അത്ര ഇമ്പോർട്ടൻ്റ് ഒന്നും അല്ലാത്ത സിമ്പിൾ ഫൺ പടമാകാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടായിരുന്ന ഒരു സിനിമയായിരുന്നു തണ്ടർ ബോൾട്സ്. എന്നാൽ എറിക് പിയേഴ്സിനും ജോവാന കാലോയും ആ ഒരു ഓപ്പർച്യൂണിറ്റിയെ ഫലപ്രദമായിട്ട് ഉപയോഗിച്ച് സൂപ്പർ ഹീറോ സിനിമകളിൽ കാണുന്ന പല എലമെന്റുകളും മെന്റൽ ഹെൽത്ത് ഹീലിംഗ് പ്രോസസ്സിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ ശ്രമിച്ചു. MCUവിനെ തണ്ടർ ബോൾട്സ് എന്ന സിനിമ മൊത്തത്തിൽ അങ്ങ് മാറ്റിമറിക്കുമെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ എക്സിസ്റ്റിംഗ് ഫ്രെയിംവർക്കിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ കാര്യങ്ങളെ ഒന്ന് മാറ്റി ചിന്തിക്കാൻ ശ്രമിക്കുന്ന ആളുകൾ മാർവലിന്റെ ക്രിയേറ്റീവ് ടീമിലുണ്ട് എന്നത് ഒരർത്ഥത്തിൽ ഭാവി MCU സിനിമകളുടെ കാര്യത്തിൽ നമുക്ക് പ്രതീക്ഷ തരുന്നുണ്ട്. ഇത്രയുമായിരുന്നു ഈ സിനിമയെക്കുറിച്ചിട്ടുള്ള എൻ്റെ റിവ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുമെന്നും കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നു. താങ്ക്